വെൽക്കം ടു റാണാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? കുറേ ദിവസമായല്ലോ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരു അടിപൊളി ഹോം മെയ്ഡ് ഗീ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് കാണിക്കുന്നത്. അതിനു വേണ്ടി നിങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന നാടൻ പാൽ തിളപ്പിച്ച് അതിൻ്റെ മുകളിൽ വരുന്ന പാട ഒരു ബൗളിൽ ഫ്രീസറിൽ വെച്ച് സൂക്ഷിക്കുക. മാസങ്ങളോളം തിളപ്പിച്ച പാലിൻ്റെ പാട എടുത്ത ശേഷം വേണം ഇതുപോലെ നെയ്യ് ഉണ്ടാക്കാൻ. ഇത് ഏകദേശം 3 മാസത്തെ പാലിൻ്റെ പാട വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മിക്സിയിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/3 ഭാഗം ഇതിനെ മിക്സിയിലോട്ട് മാറ്റുകയാണ്. ഒരു മീഡിയം ലെവലിൽ 1 മിനിറ്റ് മിക്സി ഓണാക്കുക. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വാട്ടർ, ഏകദേശം ഒരു 1/2 കപ്പ് വാട്ടർ ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു മീഡിയം ലെവലിൽ തന്നെ 1 മിനിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് നെയ്യ് മുകൾ ഭാഗത്തായിട്ട് വേറിട്ട് കിട്ടും. ഇതിനെ നമ്മൾ ഒരു തവ ഉപയോഗിച്ചിട്ട് ഒരു സൈഡിലേക്ക് നീക്കി ഒരു ബോൾ ഷേപ്പിലൊക്കെ ഏകദേശം അതിനെ ഒരു സെറ്റാക്കി എടുക്കുക. ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൽ ബാക്കി വരുന്ന പാല് മോരാണ്. അത് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി ബാക്കി വരുന്ന പാലിൻ്റെ പട 2 വട്ടം കൂടെ ഞാൻ മിക്സിയിൽ അടിച്ച് ഇതേ പ്രോസസ്സിൽ തന്നെ ചെയ്തു. ഇതാണ് മൊത്തത്തിൽ നമുക്ക് വേർതിരിച്ചെടുത്ത നെയ്യ്. ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വെള്ള നിറത്തിൽ പാലിൻ്റെ അംശങ്ങൾ. അത് മാക്സിമം കളയാനും അതിൻ്റെ പുളി പോകാനുമായി ഒരു ദിവസം ഇത് അടച്ചു വെക്കുക. അത് നമുക്ക് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ തന്നെ വെക്കാവുന്നതാണ്. ഇത് നമുക്കതിൽ നിന്ന് കിട്ടിയ മോരാണ്. ഒരു ദിവസത്തിന് ശേഷം ഇതെടുത്ത് വെള്ളം നിറച്ച ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിൽ നിന്ന് പാലിൻ്റെ അംശം മാക്സിമം പോകാൻ വേണ്ടിയും ഇതിൻ്റെ പുളി കുറയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ തുടരെ 3-4 പ്രാവശ്യമായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. ഈ വീഡിയോ ഞാൻ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ചിലർക്ക് കണ്ടിട്ടാവും മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്നും തന്നെ കളയാതെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മുടെ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ചെറിയുള്ളി ചേർത്ത് എങ്ങനെയാണ് ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ ചൂടായ ശേഷം വെള്ളത്തിൻ്റെ അംശം കളഞ്ഞ് നെയ്യ് പാനിലേക്കായിട്ട് മുഴുവനായും ഇട്ട് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലായിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കുക. തിളപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പാലിൻ്റെ കണ്ടൻറ്റ് നന്നായിട്ട് പതഞ്ഞ് മുകളിലേക്ക് വരുന്നത്. ഈ ഒരു പാലിൻ്റെ പത മുഴുവനായിട്ടും പോയി നെയ്യ് ഫുൾ ക്ലിയർ ആയിട്ട് ശേഷമായിരിക്കും നെയ്യ് മാത്രമായി കിട്ടുന്നത്. ഇടയ്ക്കായിട്ട് സ്പാച്ചില കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക.
നെയ്യ് ക്ലിയറായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തുള്ള പാലിൻ്റെ അംശങ്ങൾ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇതൊരു സ്റ്റീൽ പാൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇരുമ്പ് ചട്ടിയാണ് വെക്കുന്നതെങ്കിൽ അതിൻ്റെ അംശങ്ങളെല്ലാം ചട്ടിയിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കും. ശേഷം ചെറിയുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായി മൂത്ത് വന്ന ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ശേഷം 1 മിനിറ്റ് തിളപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള നാടൻ ഹോം മെയ്ഡ് നെയ്യ് ഇവിടെ റെഡിയായി. ഇത് ചൂടാറിക്കഴിഞ്ഞ് ഒരു ബൗളിലേക്ക് വെച്ച് പിറ്റേ ദിവസമാണ് ഞാൻ ഈ നെയ്യിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ നെയ്യ് നല്ല മഞ്ഞ കളറിൽ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ അതിലേറെ ടേസ്റ്റിലായിട്ട് അതിൻ്റെ സ്ട്രക്ചറിലായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് ഞാൻ പുറത്ത് തന്നെ വെച്ചിട്ടുള്ള കാഴ്ചയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വീണ്ടും നല്ലൊരു വ്ലോഗുമായി റനാസ് വരുന്നതാണ്. ബൈ.